ഈ ഐറ്റം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പം നമുക്കിന്ന് നല്ല സ്വീറ്റ്സ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ട നമുക്ക് സബാഹോൻ്റെ ബട്ടർ കേക്കാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 2 ബട്ടർ കേക്കാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതായത് പാത്രം അങ്ങോട്ട് വെച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, പാക്കറ്റ് ഇതാ ഞാൻ പൊട്ടിക്കുന്നുണ്ട്. ഈ കേക്ക് കൂടെ വെച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കഷ്ണം കൂടെ ഞാനിത് അവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് അൽമറായി മാംഗോ മിൽക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ കേക്കൊന്ന് സോക്കാവുന്ന വരെ നമുക്കിതൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേണ്ടത് വാനില ഡിസേർട്ടാണ് കേട്ടോ. അതും അൽമറൈൻ്റെ തന്നെ ഇട്ട് കൊടുക്കുക. ആ പാക്കറ്റ് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ വേണ്ടി വരും കേട്ടോ, ഒന്നുകൂടെ എടുക്കണ്ടേ. ഒരു കേക്കൊക്കെ ആണെങ്കിൽ ഒന്ന് മതി, പക്ഷെ ഞാൻ അവിടെ 2 എടുത്തതുകൊണ്ട് ഒന്നും കൂടെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇതും കൂടെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, പാകത്തിന് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മൊഞ്ച് കൂട്ടാനായിട്ട് ഞാനിതാ ഈ ഒരു ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് എടുക്കാം. ഞാനിതാ ഇതാട്ടോ എടുത്തത്. ജസ്റ്റ് ഒരു അലങ്കാരപ്പണിയാണ്. നമുക്കിത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, മൊഞ്ച് കൂടാനായിട്ട് ഞാൻ ഇതാണല്ലോ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കൊന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കുറച്ചതിൻ്റെ മുകളിൽ കൂടെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും. നമുക്കിഷ്ടപ്പെട്ട ഡെയറി മിൽക്കോ എന്ത് ചോക്ലേറ്റ് വേണമെങ്കിൽ ടോപ്പിങ്സ് ആക്കി വെക്കാം കേട്ടോ. ഞാനൊന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഇതും കൂടെ കുറച്ചൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പോഴേ എടുത്ത് കഴിക്കരുത് കേട്ടോ, കൊതിയുണ്ട്. ലേശം നേരം അടച്ച് വെച്ച് നമുക്ക് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. ഇത് കണ്ടിട്ടെങ്കിൽ ഇപ്പോഴേ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും സാരമില്ല, ഞാൻ അതൊന്ന് അടച്ച് വെച്ച് തണുപ്പിക്കട്ടെ. കൊതി കൊണ്ട് പെട്ടെന്ന് ഞാൻ എടുത്ത് തിന്നാലോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കേട്ടോ. എനിക്കിപ്പോൾ ഇത്രയൊക്കെ ക്ഷമയുള്ളൂ, അതുകൊണ്ട് ഞാനത് കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് നോക്കാമല്ലോ. അപ്പോൾ ഗായ്സ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. ബൈ.